എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് 5ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് അവസാന അവസരം. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൽ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. 2024-25 അധ്യയന വർഷത്തെ ആയുർവേദ, അതായത് BAMS, അതുപോലെ ഹോമിയോപ്പതി, BHMS, സിദ്ധ, BSMS, യുനാനി, BUMS എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പുതുതായിട്ട് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഡിസംബർ 23 വൈകുന്നേരമല്ല രാത്രി 11:59 PM വരെ ലഭ്യമാണ്. 4ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനാണ് 5ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 4ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ മുൻ അലോട്ട്മെൻറ്റുകളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുക. കീം 2024 കാൻഡിഡേറ്റ്, അതായത് ഈ ഒരു കീം 2024 വഴി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷകൾ സമർപ്പിക്കാതെ വിദ്യാർത്ഥികൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി പ്രോസ്പെക്ടസിലെ ക്ലോസ് 4 പ്രതിപാദിപ്പിക്കുന്ന പ്രകാരം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് അപേക്ഷകർ സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, മറ്റ് രേഖകൾ എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. പ്രത്യേക ശ്രദ്ധയ്ക്ക് കീം 2024 പ്രവേശന പരീക്ഷയ്ക്കായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കരുത്. കീം 2024 പ്രോസ്പെക്ടസ് വ്യവസ്ഥകൾ അനുസരിച്ച് ഒന്നിലധികം അപേക്ഷകൾ കാൻഡിഡേച്ചർ റദ്ദാക്കുന്നതായിരിക്കും. അതുപോലെ വിവിധ റിസർവേഷൻ കാറ്റഗറി സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനോ ഏതെങ്കിലും വരുമാനം അടിസ്ഥാനമാക്കിയുള്ള ഫീസ് ഇളവുകൾക്കോ വേണ്ടി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള അനുബന്ധ രേഖകളും, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ഈ ഒരു EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ വിദ്യാർത്ഥികൾ ഈ ഒരു കയ്യിൽ കരുതണം. ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് പുതുതായിട്ട് നൽകുകയാണെങ്കിൽ. അതുപോലെ സംവരണത്തിനോ അതുപോലെ ഫീസ് ഇളവിനോ വേണ്ടിയുള്ള ക്ലെയിമുകൾ സാധൂകരിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഒരു സാഹചര്യത്തിലും പിന്നീട് അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കില്ല. സംവരണ സീറ്റുകളിലേക്കുള്ള അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ 4ാം ഘട്ട സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവ് വന്ന സീറ്റുകളിലെ സംവരണ സീറ്റിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് 26/3/2024 അതുപോലെ തന്നെ 15/11/2024 തീയതികളിലെ വിജ്ഞാപനങ്ങളിലെ യോഗ്യതാ വ്യവസ്ഥകൾ, അക്കാദമിക യോഗ്യതകൾ, സമർപ്പിക്കുന്ന രേഖകൾ എന്നിവയും ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി എത്ര വേക്കൻസീസ് കോളേജുകളിൽ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലെ ഈ ഒരു 4th സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ശേഷമുള്ള വേക്കൻസീസാണിത്. അതായത് ഈ ഒരു ഫിഷറീസ് കോഴ്സിന് Z കാറ്റഗറിയിൽ 1 സീറ്റ്, അതുപോലെ തന്നെ BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിന് സ്റ്റേറ്റ് മെറിറ്റിൽ കാറ്റഗറിയിൽ 1 സീറ്റ് വേക്കൻസി ഉണ്ട്. BAMSന് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 3 സീറ്റ്, BAMSന് MG കാറ്റഗറിയിൽ 2 സീറ്റ്, അതുപോലെ BAMSന് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും വേക്കൻസീസ് കാണാവുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. MG എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വേണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വേക്കൻസി ഏത് കോളേജിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേക്കൻസി നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ല പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.